വാഹന ഉടമകൾ അറിയാതെ ആർസിയിൽ പേര് മാറ്റിയ സംഭവത്തിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ 3 പേർ അറസ്റ്റിലായി. അറസ്റ്റിലായ പരപ്പനങ്ങാടി ഉള്ളടം സ്വദേശി കറുവാടത്ത് നിസാറാണ് ആർസിയിൽ കൃത്രിമം കാണിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പിടിയിലായ കരുവാങ്കലിലെ സ്വദേശി നെയ്യും, ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലന്റെ പുരയ്ക്കൽ ഫൈജാസ് എന്നിവരുടെ സഹായത്തോടെയായിരുന്നു വ്യാജ ആർസി നിർമ്മിച്ചിരിക്കുന്നത്. വാഹന ഉടമകൾ അറിയാതെ ആർസി ബുക്കിലെ പേര് മാറ്റിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത്. RTO ഓഫീസ് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് 3 പേർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി കറുവാടത്ത് നിസാർ, കരുവാങ്കല് സ്വദേശി നയീം, ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലന്റെ പുരയ്ക്കൽ ഫൈജാസ് എന്നിവരാണ് അറസ്റ്റിലായവർ. നിസാറാണ് ആർസിയിൽ കൃത്രിമം കാണിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ മറ്റ് 2 പേരുടെ സഹായത്തോടു കൂടിയായിരുന്നു ആർസി നിർമ്മാണം. വ്യാജ ആർസി നിർമ്മിക്കാൻ തിരുരങ്ങാടി സബ് RTO ഓഫീസിൽ നിന്നും സഹായം ലഭിച്ചുവെന്നും നിസാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം RTO ഓഫീസിലേക്ക് നീങ്ങുന്നത്. വായ്പയെടുത്ത് അടവ് മുടങ്ങിയ വാഹനങ്ങൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഈ വാഹനങ്ങളാണ് ഉടമസ്ഥർ അറിയാതെ അവരുടെ പേരിൽ നിന്നും മാറ്റിയത്. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ജോയിന്റ് RTO നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ വാഹനങ്ങളും പിടിച്ചെടുത്തിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റ് മുഖേന ഓൺലൈനിലാണ് ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ നൽകേണ്ടത്. ഇങ്ങനെ അപേക്ഷ നൽകുമ്പോൾ ഉടമസ്ഥന്റെ ഫോൺ നമ്പറിൽ OTP വരും. ഇവിടെ OTP വന്നിരുന്നില്ല. പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇടപെടാൻ കഴിയാത്ത സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ മാറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. അനധികൃതമായി ഇത്രയും വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാണെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ല. വലിയ തട്ടിപ്പിന്റെ പിന്നിലുള്ള എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് കൂടി അന്വേഷിക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമാകുകയാണ്. മലബാർ ടൈംസ്, ചെമ്മാട്.